പറഞ്ഞതുപോലെ കൃത്യമായി നിങ്ങൾ ഹാളിൽ ഉണ്ടായിരുന്നാൽ മതി. വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ തന്നോളാം. അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. വിവാഹ നിശ്ചയത്തിന്റെ ദിവസം നമ്മുടേതാണ്, സുദർശന്റേതും. അല്ല ഗംഗേ, വിവാഹം മുടക്കലാണോ അതോ ആരെങ്കിലും കൊല്ലലാണോ അതോ നീ അന്ന് പറഞ്ഞ ആ ബോംബ്? എല്ലാം ഒന്നിച്ച് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ സുദർശന്റെ ശത്രുക്കളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കണം. കൊട്ടിഘോഷിച്ച് കല്യാണം നടത്താനിരിക്കുന്ന പത്മ എല്ലാം അവസാനിപ്പിച്ച് ഒരു ശവത്തിന് കാവലിരിക്കണം. ആ ചടങ്ങ് മുടക്കണമെന്ന് മാത്രമല്ല, ഇനി ഒരു ചടങ്ങിനെ കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ കൂടി അവർക്ക് ആർക്കും ബാക്കിയാവരുത്. അപ്പോ എല്ലാം ഞാൻ പറഞ്ഞ പോലെ. ശരി മാഡം. നിശ്ചയത്തിന്റെ തലേ ദിവസം തന്നെ മാഡം പറഞ്ഞ വേഷങ്ങളിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ബാക്കിയെല്ലാം മാഡം പറയുന്ന പോലെ. മമ്മി അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം മമ്മി. ആ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ സൂര്യ ബാളം ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ. വിവാഹ നിശ്ചയം അടുത്ത് നിൽക്കുന്ന ഈ സിറ്റുവേഷനില് സൂര്യ പ്രോബ്ലം ഉണ്ടാക്കിയ ഒരുപക്ഷെ അങ്കിളും ആന്റിയും വിഷമിക്കില്ലേ? വേറെ വിവാഹം കഴിക്കുന്ന തീരുമാനത്തിൽ നിന്ന് രഞ്ജിത്ത് പോലും പിന്മാറില്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ചിലപ്പോ അത് സംഭവിക്കും മമ്മി. സൂര്യ അവരെ അപമാനിക്കുന്നത് അവർ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ ഫോട്ടോ ആരാണോ കീറിയത് അവര് ജയിക്കില്ലേ? അങ്ങനെ നമ്മൾ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തിയല്ലേ ഈ വീടിനകത്തുള്ളത്. അത് നന്ദിനിയായിരിക്കില്ലേ? കറക്റ്റ് മമ്മി. നമ്മളെക്കാൾ നേരത്തെ ഈ വീട്ടിൽ ഉണരുന്നത് അവളാ. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഉറങ്ങുന്നതും അവളാ. അപ്പോ ഏറ്റവും കൂടുതൽ ചാൻസും അവൾക്കായിരിക്കും. അങ്ങനെ ചിന്തിച്ചാ ഓക്കെ. പക്ഷെ അങ്ങനെ ഒരു ധൈര്യം അവള് കാണിക്കൂ? കാണിക്കും മമ്മി. അവള് പറയുന്നതല്ലാതെ മറ്റാര് പറയുന്നതും സൂര്യ കേൾക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ? വേണമെങ്കിൽ മമ്മി കണ്ടോ, സൂര്യ കാരണം അങ്കിളും ആന്റി തീരുമാനം മാറ്റുന്നു എന്ന് തോന്നിയ നമ്മളെക്കാളൊക്കെ മുൻപില് അവരുടെ കാല് പിടിക്കുന്നതും കെഞ്ചുന്നതും നന്ദിനിയായിരിക്കും. എന്തിന് ഈ വിവാഹം നടത്തിയത് പോലും അവളാണെന്ന് പറയും. അത് തെറ്റാണല്ലോ ചേച്ചി. ആ കണക്കുകൂട്ടല് തെറ്റാ. ഞാൻ 100% ഉറപ്പിച്ച് പറയാം, ആ ഫോട്ടോ കീറിയത് നന്ദിനിയേ അല്ല. പിന്നെ ഞാനാ അത് കീറിയത് ഇന്നലെ രാത്രി. എത്ര നാളായി നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ചത് ചുമരിലിരിക്കാൻ തുടങ്ങിയിട്ട്. പത്മാന്റെ ദിവസവും താഴേക്ക് ഇറങ്ങുമ്പോഴും മുകളിലേക്ക് കയറുമ്പോഴും അറപ്പോടെ അതിനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പത്മാന്റെക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. സോ ഞാനത് ചെയ്തു. ഹരിത, ഏട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നോ? സോ വാട്ട്? സൂര്യ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചതൊന്നു മാത്രം, ആ ഫോട്ടോ അവിടെ നിന്ന് മാറി, അതും എന്നേക്കുമായി. ഇത് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന, ഞാൻ അനുകരിക്കുന്ന എന്റെ ആന്റിക്കുള്ള എന്റെ സമ്മാനമാണ്. ഗുഡ്. നിന്റെ ചങ്കൂറ്റ ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ വാക്ക് ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ.
എനിക്കിഷ്ടമില്ലാത്തതൊന്നും ഈ വീട്ടിനകത്ത് ഉണ്ടാവുകയില്ല.